കൺവേർജൻസ് ആൻഡ് അബ്സല്യൂട്ട് കൺവേർജൻസ് ഓഫ് എ പവർ സീരീസ്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കൺവേർജൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അത് എപ്പോൾ അബ്സല്യൂട്ട്ലി കൺവേർജ് ചെയ്യും എന്നുള്ളത് അതൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഒരു പവർ സീരീസിൻ്റെ കൺവേർജൻസും അബ്സല്യൂട്ട് കൺവേർജൻസും. അപ്പോൾ ഇത് നമുക്കൊരു തിയറത്തിലൂടെ നോക്കാം. ഇതൊരു തിയറാണ് പറയുന്നത്. ഇതൊരു തിയറാണ്. If a power series sigma n equal to 0 to infinity a n z minus z naught all raised to n, ഇതാണല്ലേ പവർ സീരീസിൻ്റെ ഫോം. ഇങ്ങനെ ഒരു കോയിഫിഷ്യൻ്റ് ഉണ്ടായിരിക്കും, z മൈനസ് z നോട്ട് ഓൾ റേസ് ടു n. ഈ ഫോമിൽ വരുന്നത് നമ്മൾ പവർ സീരീസ് എന്ന് പറയുന്നത് അല്ലേ. ഇങ്ങനെ ഒരു പവർ സീരീസ് കൺവേർജ് ചെയ്യുന്നു വെൻ z z1 ഈക്വൽ ആകുമ്പോൾ, അതായത് ഇവിടെ ഉള്ള ഈ z ഉണ്ടല്ലോ, ഇത് z1 ഈക്വൽ ആയി മാറുമ്പോൾ, z1 പറഞ്ഞാൽ എന്താണ്, ആ ഒരു നെയ്ബർഹുഡിനകത്ത് വരുന്ന മറ്റൊരു പോയിൻ്റ് ആണെന്നുള്ളൂ. ആൻഡ് z1ഉം z0ഉം ഒരിക്കലും ഈക്വൽ ആവരുത്. ഇവിടെ നമ്മൾ z-ൻ്റെ പ്ലേസിലാണ് z1 ആയി മാറുമ്പോഴാണ് ഈ സീരീസ് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു, കൺവേർജ് ചെയ്യുക. അപ്പോൾ ആ z1ഉം z0ഉം ഒരിക്കലും എന്താവരുത്, ഈക്വൽ ആവരുത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്. അങ്ങനെയാണെങ്കിൽ ആ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജ് ചെയ്യും. എവിടെ? അറ്റ് ഈച്ച് പോയിന്റ് z ഇൻ ദ ഓപ്പൺ ഡിസ്ക് മോഡ് z മൈനസ് z0 ലെസ് ദാൻ r1. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ സീരീസ് പവർ സീരീസിലെ z1 ഈക്വൽ ആകുമ്പോൾ കൺവേർജ് ചെയ്യുന്ന ആ പവർ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജും ചെയ്യും. എപ്പോൾ? ഓപ്പൺ ഡിസ്കിനകത്ത് ഈ z മൈനസ് z0 ലെസ് ദാൻ r1 ഉള്ള ഈ ഒരു ഓപ്പൺ ഡിസ്കിനകത്തെ എല്ലാ പോയിൻറ്റ്സിലും ഇതെന്ത് ചെയ്യും, അബ്സല്യൂട്ട്ലി കൺവേർജ് ചെയ്യും. വേറെ r1 എന്ന് പറഞ്ഞാൽ എന്താണ്, z1ഉം z0ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെങ്ങനെ ഒന്ന് പിക്ചറൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സർക്കിളായിട്ട് ഇത് വരും അല്ലേ. z0 എന്നുള്ള ഒരു പോയിൻ്റ് ഉണ്ട്. ദെൻ z1 എന്ന് പറഞ്ഞാൽ ഇവിടെ ബൗണ്ടറിയിൽ വരുന്ന പോയിൻ്റ്. ദെൻ z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന പോയിൻ്റ്. അപ്പോൾ നമുക്ക് z0ഉം z1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, r1 അല്ലേ. z1ഉം z0ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് r1. z എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന പോയിൻ്റാണ്. അപ്പോൾ ഇതിൽ z ഇതിൻ്റെ അകത്താണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതിനേക്കാളും ചെറുതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ലൈ ചെയ്യുന്നത്. അപ്പോൾ സീരീസ് z എന്തിനോട് ഈക്വൽ ആകുമ്പോൾ എന്ന് പറയുന്നത്, z1 ഈക്വൽ ആകുന്ന കേസിൽ അല്ലേ, പവർ സീരീസ് കൺവേർജ് ചെയ്യുമ്പോൾ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആവുന്നത് എവിടെയാണ്, അറ്റ് ഈച്ച് പോയിന്റ് z ഇൻ ദ ഓപ്പൺ ഡിസ്ക് അല്ലേ. ഓപ്പൺ ഡിസ്ക് മോഡ് z മൈനസ് z0 ലെസ് ദാൻ r1. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ r1 താഴെയല്ല നിൽക്കുക എന്തായാലും. അപ്പോൾ അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ പ്രൂഫ് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുണ്ട് ഈ സീരീസ് അല്ലേ, z1 ഈക്വൽ ആകുമ്പോൾ ഈ സീരീസ് എന്ത് ചെയ്യുന്നു, കൺവേർജ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അത് അബ്സല്യൂട്ട്ലി കൺവേർജ് ചെയ്യുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി a n z എന്തിനോട് ഈക്വൽ ആകുമ്പോൾ, z1 ഈക്വൽ ആകുമ്പോൾ ഈ സീരീസ് കൺവേർജ് ചെയ്യും അല്ലേ. അതായത് സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി a n z1 മൈനസ് z0 ഓൾ റേസ് ടു n ഈസ് കൺവേർജൻറ്റ് നമുക്ക് എഴുതാം. ഈക്വൽ ആവും, കൺവേർജ് ചെയ്യും. ദെൻ നമുക്കറിയാം ഒരു കൺവേർജൻറ്റിൻ്റെ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് നമ്മൾ കുറച്ച് പറഞ്ഞതായിരുന്നു. അതിൽ ഒരു സീരീസ് അല്ലെങ്കിൽ സീരീസ് കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ nth ടേം ടെൻസ് ടു 0 ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ റിമൈൻഡർ ടെൻസ് ടു 0 ആയിരിക്കും എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ nth ടേമിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും, ടെൻസ് ടു 0 ആയിരിക്കും. ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി a n z മൈനസ് അല്ലേ z1 മൈനസ് z0 ഓൾ റേസ് ടു n ഇസ് ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ nth ടേം ടെൻസ് ടു 0 ആണെന്നുണ്ടെങ്കിൽ ഈ സീക്വൻസ്, അതായത് സീക്വൻസ് a n z1 മൈനസ് z0 ഓൾ റേസ് ടു n എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈസ് എ ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സീക്വൻസ് ബൗണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, അവിടെ ബൗണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാറുള്ളത്, എഫ് ഓഫ് എക്സ് ബൗണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ സാധാരണ റിയലിൽ നമ്മൾ പറയുമ്പോൾ എഫ് ഓഫ് എക്സ് ബൗണ്ടഡ് ആണ്, അതിൻ്റെ ബൗണ്ടറി ആണ് ക്യാപിറ്റൽ എം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എഴുതും അല്ലേ. അതുപോലെ നമുക്ക് ഈ സീക്വൻസ് ബൗണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും, മോഡുലസ് ഓഫ് a n z1 മൈനസ് z0 ഓൾ റേസ് ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു m എന്ന് എഴുതാൻ പറ്റില്ല. m ആണ് അവിടുത്തെ ബൗണ്ടറി എങ്കിൽ ദെൻ ഞാൻ ജസ്റ്റ് മോഡുലസ് ഓഫ് a n ഇൻറ്റു
സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ. ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് എ എൻ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എന്നിനെ എങ്ങനെ എഴുതാം? ഇവിടെ സെഡ് ആണ്, ഇവിടെ Z1 ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇതിനെങ്ങനെ എഴുതാം? എ എൻ ഇൻറ്റു Z1 മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ Z1 മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ. ഇത് തന്നെയല്ലേ വരിക? ഇവിടെ നോക്ക്, എ എൻ ഇൻറ്റു Z1 മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ ഉണ്ട്. ഇവിടെ ഒരു Z1 മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ. അപ്പോൾ അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എ എൻ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ. ഇത് തന്നെയല്ലേ അത്? അപ്പോൾ നമുക്ക് അതിനെ അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇവിടെ നമ്മൾ പറഞ്ഞു ഇതിനെ നമുക്ക് മോഡുലസിനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? എങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് എ എൻ ഇൻറ്റു Z1 മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ Z1 മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ഇത് നമ്മൾ എഴുതിയിട്ടുണ്ട് എന്താണ്? ബൗണ്ടഡ് ആയത് കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. അപ്പോൾ നമുക്കിവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു മോഡുലസ് ഓഫ് സെഡ് മൈനസ് സെഡ് നോട്ട് Z1 മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ എഴുതാൻ പറ്റും. ഓക്കെ, എത്ര എഴുതാൻ പറ്റും? മോഡുലസ് ഓഫ് എ എൻ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതാണ്. ഇതിന് ഇക്വേഷൻ ആകുമ്പോൾ 1 കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു സെഡും സെഡ് നോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ ആറിൻ്റെ താഴെയാണ്. അതായത് സെഡും സെഡ് നോട്ടും ലെസ് ദാൻ R1 ആണ്. R1 എന്ന് പറഞ്ഞാൽ എന്താണ്? Z1 മൈനസ് സെഡ് നോട്ട് ആണല്ലോ. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്തൂടെ? ഇങ്ങനെ എഴുതിക്കൂടെ? മോഡുലസ് ഓഫ് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ മോഡുലസ് ഓഫ് Z1 മൈനസ് സെഡ് നോട്ട്. ഇതാവില്ലേ? കാരണം എന്താണ്? നമ്മൾ വരച്ച പിക്ചറിലും തന്നെ അല്ലേ Z1 ആയിരുന്നു. ഇങ്ങനെ നോക്കിയപ്പോൾ സെഡ് നോട്ട് സെൻറ്റർ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു സർക്കിൾ വരച്ചപ്പോൾ ഇവിടെ Z1, ഇവിടെയാണ് Z1. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു എന്ത്? R എന്ന് പറയുന്നത് അല്ലേ? R1 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിനേക്കാളും ചെറുതായിരിക്കും എന്ത്? ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ അതന്നെ ഇവിടെ എഴുതിയിട്ടുള്ളൂ. സെഡ് നോട്ടും Z1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? വലുത് വരുന്നത്. സെഡും സെഡ് നോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? അതിനേക്കാളും ചെറുതാണ് അല്ലേ? നമ്മൾ ആ പിക്ചറൈസ് എഴുതിയെന്നുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മോഡുലസ് ഓഫ് സെഡ് മൈനസ് സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ Z1 മൈനസ് സെഡ് നോട്ട്. ഇതിന് ഇങ്ങോട്ട് കൊടുക്കണം അല്ലേ? ലെസ് ദാൻ എന്താണെന്ന് എഴുതാം? 1 ആണ്. ഓക്കെ, ഇങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മളവിടെ ഇക്വേഷൻ നമ്പർ 1 എഴുതി വെച്ചിരുന്നു. എന്തായിരുന്നു ഇക്വേഷൻ നമ്പർ 1? മോഡുലസ് ഓഫ് എ എൻ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു മോഡുലസ് ഓഫ് സെഡ് മൈനസ് സെഡ് നോട്ട് ഡിവൈഡഡ് ബൈ Z1 മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ അല്ലേ? ഇങ്ങനെ നമ്മൾ എഴുതി വെച്ചിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് സെഡ് മൈനസ് സെഡ് നോട്ട് ഡിവൈഡ് ബൈ Z1 മൈനസ് സെഡ് നോട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സെഡ് മൈനസ് സെഡ് നോട്ട് ഡിവൈഡ് ബൈ Z1 മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇതെന്താണെന്ന് കിട്ടി? ലെസ് ദാൻ 1 ആണെന്ന് കിട്ടി അല്ലേ? അപ്പോൾ നമ്മളിവിടെ സമ്മേഷൻ രണ്ട് ഭാഗത്തും സമ്മേഷൻ കൊടുക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് വരും? സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. ഇവിടെ എന്ത് വരും? സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. ഇങ്ങനെ വരില്ലേ? അപ്പോൾ ഈ സീരീസ് നമുക്ക് എന്താണെന്ന് കിട്ടി? ലെസ് ദാൻ 1 ആണ് കിട്ടി. അതായത് നമുക്ക് ഇവിടെ കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യാം. കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സീരീസ് ഇത് കൺവേർജ് ചെയ്യുന്ന സീരീസ് ആണെന്ന് കിട്ടി. ഇപ്പോൾ അല്ലേ? ഇത് ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഇതൊരു കൺവേർജ് ചെയ്യുന്ന സീരീസ് ആണ്. അതുകൊണ്ട് തന്നെ ബൈ കമ്പാരിസൺ ടെസ്റ്റ് ഇതും എന്തായിരിക്കും? കൺവേർജ് ചെയ്യുന്ന സീരീസ് ആയിരിക്കും. അപ്പോൾ ദെൻ ബൈ കമ്പാരിസൺ ടെസ്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സീരീസ് ഓൾറെഡി ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഇത് നമുക്ക് കൺവേർജ് ചെയ്യുന്ന സീരീസ് ആണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് പറയാം? Then by comparison test sigma n equal to 0 to infinity modulus of a n into z minus z naught all raised to n is also convergent. അല്ലേ? കൺവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇതിൻ്റെ മോഡുലസ് വാല്യൂ കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മോഡുലസ് വാല്യൂ കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂവിൽ അതായത് സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ എന്തായിരിക്കും? ഈസ് ആബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്. ഇങ്ങനെയല്ലേ നമ്മൾ ആബ്സല്യൂട്ട്ലി കൺവേർജൻറ്റിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിരുന്നത് അല്ലേ? എങ്ങനെയായിരുന്നു? സീരീസ് എ എന്നുള്ളത് സിഗ്മ എ എൻ സെഡ് മൈനസ് സെഡ് നോട്ട് എന്നുള്ളത് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് കൺവേർജൻ്റ് അല്ലേ? ഇതിൻ്റെ മോഡുലസ് വാല്യൂ കൺവേർജ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ സിഗ്മ എ എൻ സെഡ് മൈനസ് സെഡ് നോട്ട് എന്തായിരുന്നു?
അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ മോഡുലസ് വാല്യൂ കൺവേർജ് ചെയ്യുന്നു എന്നുള്ളത് ബൈ കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സിഗ്മ n = 0 to infinity an z minus z naught എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണ്. എവിടെ? ഓൺ ദ ഓപ്പൺ ഡിസ്ക് z minus z naught ലെസ് ദാൻ r1 where r1 is equal to modulus of z1 minus z naught. അപ്പോൾ നമ്മൾ ഇതിലെ സിഗ്മ n = 0 to infinity an z minus z naught എന്ന് പറയുന്നത് z1 ഈക്വൽ ആയി മാറിയപ്പോൾ സീരീസ് കൺവേർജ് ചെയ്യുന്നു, അവിടുന്ന് തുടങ്ങി. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? ഇവിടെ z അല്ലേ, ആ z1 ഈക്വൽ ആയി മാറിയ കേസിൽ തന്നെ z എന്താണെന്ന് കിട്ടി? അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ അബ്സല്യൂട്ട്ലി കൺവേർജൻസ് ഓഫ് എ പവർ സീരീസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു തിയറം നമ്മൾ ഈ ഒരു തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാലും മതി കേട്ടോ. പവർ സീരീസ് converges when z is equal to z1, then it is absolutely converges at each point z in the open disk mod z minus z naught less than r1. Okay. നെക്സ്റ്റ് വരുന്നതാണ് സർക്കിൾ ഓഫ് കൺവേർജൻസ് ആൻഡ് റേഡിയസ് ഓഫ് കൺവേർജൻസ്. അപ്പോൾ ഇത് പാർട്ട് എയിലൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഡിഫൈൻ പറഞ്ഞിട്ട് സർക്കിൾ ഓഫ് കൺവേർജൻസ് ആൻഡ് റേഡിയസ് ഓഫ് കൺവേർജൻസ് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 2 ഇക്വേഷൻ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്, റേഡിയസ് ഓഫ് കൺവേർജൻസ്. ദെൻ എന്താണ് ഒരു സർക്കിൾ ഓഫ് കൺവേർജൻസ് ആണ്? ദ ഗ്രേറ്റസ്റ്റ് സർക്കിൾ സെൻറ്റേർഡ് അറ്റ് z0 സച്ച് ദാറ്റ് ദ സീരീസ് സിഗ്മ n = 0 to infinity an z minus z naught all raised to n converges at each point inside and it is called the circle of convergence of the series. സർക്കിൾ ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പവർ സീരീസ് കൺവേർജ് ചെയ്യുന്ന ഏറ്റവും വലിയ സർക്കിൾ അല്ലേ, കൺവേർജ് ചെയ്യുന്ന ഏറ്റവും വലിയ സർക്കിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സർക്കിൾ ഓഫ് കൺവേർജൻസ്. ഇപ്പോൾ നമുക്കറിയാം z0 സെൻറ്ററായും കൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞു, അതിൽ കംപ്ലീറ്റ് ആയിട്ട് ആ സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റീജിയൻ കംപ്ലീറ്റ് ആയിട്ട്, ആ സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് എന്താണ്? അതിൻ്റെ സർക്കിൾ ഓഫ് കൺവേർജൻസ് വിളിക്കുക അല്ലേ. സർക്കിൾ ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ കൺവേർജ് ചെയ്യുന്ന റീജിയൻ, അത് സർക്കിൾ കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ ആ സർക്കിൾ കംപ്ലീറ്റ് ഗ്രേറ്റസ്റ്റ് സർക്കിൾ അല്ലേ. ഇപ്പോൾ ചെറുത്, ഇപ്പോൾ നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ z0 സെൻറ്ററായും കൊണ്ട് ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് സർക്കിൾ കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് ഇവിടുത്തെ ഗ്രേറ്റസ്റ്റ് സർക്കിൾ, കൺവേർജ് ചെയ്യുന്ന ഗ്രേറ്റസ്റ്റ് സർക്കിൾ ഇതാണ്. ഇവിടെ കൺവേർജ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഇങ്ങനെ കൺവേർജ് ചെയ്യുന്ന ഗ്രേറ്റസ്റ്റ് സർക്കിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സർക്കിൾ ഓഫ് കൺവേർജൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ സർക്കിളിൻ്റെ റേഡിയസിനെ അല്ലേ, ഇതിന് ഒരു റേഡിയസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ റേഡിയസിനെയാണ് എന്ത് വിളിക്കുന്നത്? റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ റേഡിയസ് ഓഫ് കൺവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുലയാണ്. ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊന്നും നിങ്ങൾ നോക്കണ്ട, ഇതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. അതായത് r is equal to 1 by limit n tends to infinity supremum of modulus an all raised to 1 by n. നെക്സ്റ്റ് ലിമിറ്റ് n tends to infinity modulus of an divided by an plus 1. അപ്പോൾ ഈ 2 ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണാം. അപ്പോൾ രണ്ടും യൂസ് ചെയ്തിട്ടുള്ള ഓരോ പ്രോബ്ലം നമുക്ക് ചെക്ക് ചെയ്യാം. an ബൈ മോഡുലസ് ഓഫ് an plus 1 എന്നുള്ളത് നമ്മൾ സാധാരണ ഫാക്ടോറിയലൊക്കെ വരുന്ന കേസിലാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം ക്ലിയർ അല്ലേ? എന്താണ് സർക്കിൾ ഓഫ് കൺവേർജൻസ്, എന്താണ് റേഡിയസ് ഓഫ് കൺവേർജൻസ്? ആ പവർ സീരീസ് കൺവേർജ് ചെയ്യുന്ന ഏറ്റവും വലിയ സർക്കിളിനെ നമുക്ക് എന്ത് വിളിക്കാം? ഗ്രേറ്റസ്റ്റ് സർക്കിളിനെയാണ് ദ സർക്കിൾ ഓഫ് കൺവേർജൻസ് എന്നും അതിൻ്റെ റേഡിയസിനെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് വിളിക്കാം. റേഡിയസ് ഓഫ് കൺവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 2 ഇക്വേഷനാണ് ഇത്. നിങ്ങൾ അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ നമുക്ക് പ്രോബ്ലം നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ നോക്ക്, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദി സീരീസ് എന്ന് പറഞ്ഞിട്ട് സിഗ്മ ഒരു സീരീസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഫാക്ടോറിയൽ വരുന്ന കേസിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതായത് r is equal to അല്ലേ, റേഡിയസ് ഓഫ് കൺവേർജൻസ് r is equal to ലിമിറ്റ് n tends to infinity മോഡുലസ് ഓഫ് an ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് an plus 1. ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഇക്വേഷന് പറയുന്ന ഈ ഫോർമുലേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഷി ഹഡമാർട്ട് ഫോർമുലയെന്ന്. കോഷി ഹഡമാർട്ട് ഫോർമുല. അപ്പോൾ ഇനി ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. കോഷി ഹഡമാർട്ട് ഫോർമുല. ഓക്കെ, ഇത് നമ്മൾ ഇങ്ങനെ ഇതിനെ വിളിക്കാറുണ്ട്, ഈ ഒരു ഫോർമുലേനെ കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇവിടെ an എന്ന് പറയുന്നത് എന്താണ്? an എന്ന് പറയുന്നത് അല്ലേ, നമുക്കറിയാം സിഗ്മ ഇങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുക. സിഗ്മ n = 0 to infinity an z minus z naught all raised to n ആണ്. അപ്പോൾ ഇവിടെ z minus z naught എന്ന് പറഞ്ഞാൽ z0 0 ആണ്, z ഉണ്ട് അല്ലേ. an എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? 1 by n ഫാക്ടോറിയൽ ആണ്. ഓക്കെ, 1 by n ഫാക്ടോറിയൽ ആണ് an. അപ്പോൾ ഞാൻ അടുത്ത് നെക്സ്റ്റ് എന്ത് വേണ്ടി വരും? an plus 1 കാൽക്കുലേറ്റ് ചെയ്യേണ്ടി അല്ലേ. an plus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by n plus 1 ഫാക്ടോറിയൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് r is equal to എങ്ങനെ എഴുതാം? ലിമിറ്റ് n tends to infinity n plus അല്ലേ 1 by
എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1/n+1 ഫാക്ടോറിയൽ എന്ന് വരും. ഓക്കെ, സി ഈക്വൽ ടു നമുക്കിതിനെങ്ങനെ എഴുതാം? ഇത് മുകളിലേക്ക് വരും അല്ലേ, 1/n ഫാക്ടോറിയൽ ഇൻറ്റു n+1 ഫാക്ടോറിയൽ ബൈ 1 വരും. ഓക്കെ, സി ഈക്വൽ ടു ഇവിടെ ഇങ്ങനെ എഴുതിക്കൂടെ, 1/n ഫാക്ടോറിയൽ ഇൻറ്റു n+1 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? n ഫാക്ടോറിയൽ ഇൻറ്റു n+1 എഴുതാം അല്ലേ, ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ n ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ എന്ത് വരും? n+1 വരും. അപ്പോൾ ലിമിറ്റും കൂടെ കൊടുക്കണേ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n+1 ആണ്. ഇതെന്താ വരിക? എന്നിന് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആയിരിക്കും ആൻസർ വരിക. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്താണ്? ഇൻഫിനിറ്റി ആണ് അല്ലേ. അപ്പോൾ ക്ലിയർ ആയില്ല. അപ്പോൾ നിങ്ങൾ ഫാക്ടോറിയൽ വരുന്ന കേസിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക. ഈ ഫോർമുലയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കോഷി-ഹദമാർട്ട് ഫോർമുല. ഓക്കെ, ദെൻ നമുക്ക് സുപ്രീമം യൂസ് ചെയ്തിട്ട് സെക്കൻഡ് ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രോബ്ലം ചെക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. സിഗ്മ n = 0 to infinity 1+1/n all raised to n square z raised to n. അപ്പോൾ ഇതിൽ ഫാക്ടോറിയൽ ഒന്നും വരുന്നില്ല അല്ലേ, ഓൾ പവറിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാം. എന്തായിരുന്നു ഇക്വേഷൻ? r = ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ, 1/n ടെൻസ് ടു ഇൻഫിനിറ്റി സുപ്രീമം ഓഫ് മോഡുലസ് an all raised to 1/n എഴുതാം. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്ക്, an എന്ന് പറഞ്ഞാൽ എന്താണ്? an = 1+1/n all raised to n square ആണ് അല്ലേ. ഇനി നമുക്ക് എന്ത് വേണം? an മോഡുലസ് ഓഫ് an all raised to 1/n വേണം. എന്നിട്ട് അതിൻ്റെ സുപ്രീം എടുത്തിട്ട് അതിന് ലിമിറ്റ് കൊടുക്കണം അല്ലേ. അപ്പോൾ മോഡുലസ് ഓഫ് an എന്ന് പറഞ്ഞാൽ an all raised to 1/n എന്ന് പറഞ്ഞാൽ എന്ത് വരും? = മോഡുലസ് ഓഫ് 1+1/n അല്ലേ, ഓൾ സ്ക്വയർ. ഈ ഓൾ റേസ് ടു n ഉണ്ട്, ഓൾ റേസ് ടു n സ്ക്വയർ ഓൾ റേസ് ടു 1/n. ഓക്കെ, ഇങ്ങനെ ഇവിടെ ഒരു n-ഉം n സ്ക്വയർ ഉണ്ട്, അതിൽ ഒരു n ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് എന്ത് വരും? 1+1/n ഓൾ റേസ് ടു n വരും. ഓക്കെ, ഇനി ഇതിൻ്റെ നമ്മൾ എന്താ വേണ്ടത്? ലിമിറ്റ് എടുക്കണം അല്ലേ. ദാറ്റ് ഈസ് r = 1/limit n tends to infinity supremum of this value എന്നാണ് അല്ലേ, 1+1/n all raised to n. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. 1+1/n all raised to n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ വാല്യൂ ആയി മാറും, എക്സ്പോണൻഷ്യൽ ആയിരിക്കും. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമ്മൾ നെറ്റ് എക്സാം പോലെയുള്ള എക്സാമുകൾക്കൊക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ആവശ്യമാണ്. അപ്പോൾ n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1+1/n all raised to n ഇതിങ്ങനെ തന്നെയാണ്. 1+1/n all raised to n എന്തായിട്ടാണ് മാറുക? ആയിട്ടാണ് മാറുക. എന്തായിട്ടാണ് മാറുക? ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ r = എന്തെഴുതാം? 1/ ഇതിൻ്റെ വാല്യൂ n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിട്ടാണ് മാറുന്നത്? ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ r എന്താണെന്ന് കിട്ടി? 1/e ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 1/e ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതിൽ എന്ത് നോട്ട് ചെയ്ത് വെക്കുക? ലിമിറ്റ് അല്ലേ, എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1+1/n എന്ന് പറയുന്നത് ഓൾ റേസ് ടു n, ഇവിടെ പവർ ഉണ്ട്, n എന്ന് പറയുന്നത് ഇയിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ മതി കേട്ടോ. സിഗ്മ n = 0 to infinity n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n raised to n z raised to n. അപ്പോൾ ഇവിടെ ഫാക്ടോറിയൽ വരുന്ന കേസാണ്. ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n raised to n ആണ് അല്ലേ, n raised to n ആണ് വരുന്നത്. അപ്പോൾ ഫാക്ടോറിയൽ വരുന്ന കേസിലാകുമ്പോൾ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ഫസ്റ്റ് ഇക്വേഷനിൽ, അതായത് r = ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് an ഡിവൈഡ് ബൈ an+1 യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ആൻസറും നിങ്ങൾക്ക് കിട്ടുക എന്നായിരിക്കും കേട്ടോ. അതുപോലെ നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സിഗ്മ n = 0 to infinity n raised to n z raised to n. ഇത് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടില്ല, അതായത് സുപ്രീമം യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ വരുന്നത് തന്നെയാണ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ വരുന്നത് 0 എന്നാണ് കേട്ടോ.